ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്നറിയാമോ, ഞാൻ 4.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈവനിങ് ഫ്ലൈറ്റ് ആയിരുന്നു വെർണനിൽ നിന്ന് വാൻകൂവറിലേക്ക്. അങ്ങനെ അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റിന് ഞങ്ങൾ റെഡിയായി. ആർ യു എക്സൈറ്റഡ്? കുറച്ച് ഞങ്ങൾ എയർ നോർത്ത് എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റായിരുന്നു വെർണനിൽ നിന്ന് വാൻകൂവറിലേക്ക്. ഞങ്ങൾ വാൻകൂവറിലെത്തി നൈറ്റ് സ്റ്റേ ചെയ്ത് ഞങ്ങളുടെ ഫാമിലിയോടൊപ്പം നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുന്നത്. ഈ വ്യൂ കാണാൻ ഭയങ്കര രസമില്ലേ? ഫ്ലൈറ്റൊക്കെ പൊങ്ങിയപ്പം ആകെപ്പാടെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം 4.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് പോകുകയാണല്ലോ. അപ്പം ഡേയ്സൊക്കെ കൗണ്ട് ഡൗൺ ചെയ്തിരിക്കുമായിരുന്നു ഇത്രയും നാളും. ഇങ്ങനെ വൈകിട്ട് ഞങ്ങൾ അവിടെ എത്തി, വാൻകൂവറിലെത്തി. നമ്മൾ ഡിന്നറിന് പോയി. പിന്നെ ഇതാ നെക്സ്റ്റ് ഡേ നമുക്ക് ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഏർലി മോർണിംഗ് ഒന്നും എണീക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങളുടെ 2 ഫ്രണ്ട് ഞങ്ങളെ വാൻകൂവർ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടോട്ടൽ 11 പെട്ടികളോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരെന്ന് പറയുമ്പോൾ ഞാൻ, റിജോയുടെ ബ്രദറിൻ്റെ വൈഫ്, അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടാണ് നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പോകാൻ നേരത്തുള്ള സീൻസൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. വാൻകൂവർ എയർപോർട്ട് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡൊമസ്റ്റിക്കിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ ഇമിഗ്രേഷനല്ല, നമ്മൾ ബോർഡിങ് കഴിഞ്ഞ് നമുക്ക് കുറേ നടക്കേണ്ടി വന്നു ഇൻ്റർനാഷണൽ ടെർമിനലിലോട്ട്. അകത്തൂടെ തന്നെ നമുക്ക് നടക്കാവുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മൾ കുറേ നടന്നു. അപ്പോൾ എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പെരിയ അങ്ങോട്ട് നടന്നു. പിന്നെ എവിടെ പോകുന്നതിന് മുമ്പേയും ഒരു ബാത്റൂം സെൽഫി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഞങ്ങൾ ഫ്ലൈറ്റ് അടുക്കും തോറും ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. അപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നത് വാൻകൂവർ ടു പാരീസ് ടു ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം. അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് കണക്ഷൻ വരുന്നത്. എയർ ഫ്രാൻസ് ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. പിന്നെ ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നതുകൊണ്ട് അത്ര വലിയ ബോറടിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ 2 പേരായിട്ടാണ് ഞങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സീറ്റ് കിട്ടിയത്. ഫസ്റ്റ് ഫ്ലൈറ്റ് നമുക്കൊരു 9.5 മണിക്കൂറും സെക്കൻഡ് ഫ്ലൈറ്റ് നമുക്കൊരു 9 മണിക്കൂറുമാണ് ട്രാവൽ ടൈം. ഈ 9 മണിക്കൂറും പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങി, കുറച്ച് സിനിമ കണ്ടു, അങ്ങനെ ഞങ്ങളങ്ങനെ തള്ളി നീക്കി 9 മണിക്കൂറും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് വലിയ ഗുണമില്ലായിരുന്നു എയർ ഫ്രാൻസിൽ. ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ഞങ്ങൾ പാരീസിലെത്തി. പാരീസിൽ ഞങ്ങൾക്കൊരു 2 hours ലേ ഓവറേ ഉണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് തന്നെ കടന്നുപോയി. അങ്ങനെ അവിടെ വലിയ ലാഗടിയൊന്നും ഇല്ലായിരുന്നു. ഒരു ഗേറ്റിൽ നിന്ന് മറ്റൊരു ഗേറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളായിരുന്നു. പക്ഷെ ശരിക്കും നല്ല ടയേർഡായി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റിന് സമയമായി നേരെ ടു ബാംഗ്ലൂർ. ഈ സെക്കൻഡ് ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് 4 പേർക്കും കൂടി ഒരുമിച്ചാണ് സീറ്റ് കിട്ടിയത്. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു വിൻഡോ സീറ്റ്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. സെക്കൻഡ് ഫ്ലൈറ്റ് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി. ആകെ ഒരു സിനിമ എന്തോ കണ്ടു, ബാക്കി ഫുൾ ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. അങ്ങനെ 4.5 വർഷത്തിന് ശേഷം ഞാൻ ഇന്ത്യയിൽ കാലുകുത്തി. അപ്പോൾ ഇമിഗ്രേഷൻ ഞങ്ങൾക്ക് ബാംഗ്ലൂരിലായിരുന്നു. അപ്പം ബാംഗ്ലൂരിൽ നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ ടെർമിനലിൽ നിന്ന് ഡൊമസ്റ്റിക് ടെർമിനലിലോട്ട് ഷട്ടിൽ ബസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഷട്ടിൽ ബസ്സൊക്കെ എടുത്ത് നമ്മൾ ഡൊമസ്റ്റിക് ടെർമിനലിൽ വന്നു. പിന്നെ അവിടുന്ന് നമുക്ക് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തതായിട്ടുണ്ട്. ഏകദേശം ഒരു 7 hours ലേ ഓവർ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ലോഞ്ച് യൂസ് ചെയ്യാമെന്ന്. ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കത് പറ്റിയില്ല. അപ്പം നമ്മൾ ആ വിഷമത്തിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി നല്ലൊരു ദോശയും നല്ലൊരു കാപ്പിയും കുടിച്ചു. അയ്യോ, അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ടയേർഡായി. പിന്നെ ഞങ്ങളെല്ലാവരും പോയി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ബിക്കോസ് ഇത്രയും അവേഴ്സ് ട്രാവൽ ആയപ്പോഴത്തേനും നമ്മളെല്ലാവരും ശരിക്കും ക്ഷീണിച്ച് മുഷിഞ്ഞ്. ആർ യു എക്സൈറ്റഡ്? അതെന്താ? ഇതിലൊന്നും ഞാൻ തളരില്ല, ഞാൻ ഇനിയും വ്ളോഗ് എടുക്കും. അപ്പം ഞങ്ങൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക്. അങ്ങനെ ഞങ്ങളുടെ ഒരു വീട് ട്രിവാൻഡ്രത്താണ്.
എൻ്റെയും സ്നേഹയുടെ വീട് തിരുവല്ലയാണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ട്രിവാൻഡ്രത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ ബോർഡ് ചെയ്തു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു സമയത്തേക്ക്. കാരണം നാട്ടിലേക്ക് എത്താൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം. കാരണം 1 hour പോലും ഇല്ല ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക്. അങ്ങനെ ഫൈനലി നാട്ടിലെത്തി, കാല് കുത്തി. എനിക്ക് വീട്ടുകാരെ കാണുന്ന വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നാട്ടിലൊക്കെ എത്തി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളൊരു 20 minutes യാത്രയാണ് ഫ്രം എയർപോർട്ട് ടു ഹോം. പോകുന്ന വഴി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ വീട്ടിലെത്തി. ഞങ്ങളെ വീട്ടിൽ സ്വീകരിക്കാൻ ഞങ്ങളുടെ ടോമിക്കുട്ടൻ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അവനാകെ കൺഫ്യൂഷൻ ഇത്രയും പേരെ കണ്ടപ്പം. ഓ മൈ ഗോഡ്, ആഫ്റ്റർ സോ ലോങ്. അങ്ങനെ അവൻ നമ്മുടെ അടുത്തെല്ലാം വന്ന് ഇണങ്ങി. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.